ചെറുപയർ, വൻപയർ അതുപോലെ തന്നെ 2 തരത്തിലുള്ള കടല എങ്ങനെ നമുക്ക് നന്നായിട്ട് മുളപ്പിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ഓവർനൈറ്റ് നമുക്ക് വെള്ളത്തിൽ തന്നെ സോക്ക് ചെയ്തിടാം. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും നമുക്ക് കടല നമുക്ക് കണ്ടറിയാം നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് എല്ലാ പയർ വർഗ്ഗങ്ങളും. അതിനുശേഷം ഞാൻ അതൊരു ഡ്രൈ ആയിട്ടുള്ള ടവലിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ക്ലീൻ ആയിട്ടുള്ള ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ നമുക്ക് ഈ സ്ഥലത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം കവർ ചെയ്ത് കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ ഏകദേശം അതിൻ്റെ മുളയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് ഈ പരുവത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി കുറച്ചും കൂടെ മുള വന്നിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പരുവത്തിനുള്ള ആയിട്ടുണ്ട്. നമുക്ക് സാലഡായിട്ടോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. അതിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.